ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ഓണസദ്യയാണ്. ആദ്യമേ തന്നെ എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം. എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാ പരിപ്പ് കറി, 3 കൂട്ടം അച്ചാറുണ്ട്, ചോറ്, പിങ്ക് കറിയുണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ ഉണ്ട്, അത് പിന്നെ പറയാം. രസം, പച്ചടി, കിച്ചടി, സാമ്പാർ, പപ്പടത്തോരനാണ്. മോന് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ സ്പെഷ്യൽ അത് വേണമെന്ന് പറഞ്ഞു. പിന്നെ അവിയലുണ്ട്. ഏകദേശം എല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ മീൻ വേണമെന്ന് പറഞ്ഞു കേട്ടോ, മീൻ വേണമെന്ന് പറഞ്ഞു. ചിക്കൻ ഇല്ലല്ലോ, അപ്പം മീൻ വേണം. അപ്പോൾ അങ്ങനെ മീൻ ഫ്രൈ ചെയ്തു. പിന്നെ അതുപോലെ മീൻ കറിയും വെച്ചിട്ടുണ്ട്. ചൂര മീനാണേ. അപ്പോൾ എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് സാധാരണ ഞാൻ മിക്കവാറും അങ്ങനെയാണ് ചെയ്യാറുള്ളത് എല്ലാ ഓണത്തിനും. എങ്ങനെയുണ്ട് മോളെ? ടേസ്റ്റ് ഉണ്ടോ ബാബച്ചി? ഒരാൾ രണ്ടാമത് എടുത്തു, അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. അടുത്ത് സാമ്പാറിനുള്ള ചോറാണ്. പിന്നെ അതുപോലെ പായസം ഉണ്ട് കേട്ടോ, പായസം വയ്ക്കുന്നുണ്ട്, അട വയ്ക്കുന്നുണ്ട്. അവിയൽ, പച്ചടി എല്ലാം കഴിക്കണം, ആരും വേസ്റ്റ് ആക്കരുത്. അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ രാവിലെ ഇട്ട് വെച്ചത്. ഇഷ്ടമല്ലെന്ന് ആരും പറയരുത്, എല്ലാ ഭക്ഷണവും കഴിക്കണം, എല്ലാ പച്ചക്കറിയും കഴിച്ച് തന്നെ പോകണം. ഓക്കെ, ടീച്ചേഴ്സ് പറയുന്ന സ്കൂളിൽ ടീച്ചേഴ്സ് പറയുന്നില്ലേ വെജിറ്റബിൾ എല്ലാം കഴിക്കണമെന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ എല്ലാം കഴിക്കണം. മക്കളെ ഓക്കെ, അതിലുണ്ടോ? എല്ലാരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. എല്ലാവരും ഫുഡ് കഴിച്ചു. എൻ്റെ ഒരു പായസം കുടിച്ചിരിക്കുകയാണ്, അവർ എഴുന്നേൽക്കുന്നില്ല. അപ്പം എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഞാനും കഴിക്കുകയാണ്. എല്ലാവരും ഫുഡ് കഴിച്ചോ? ഓണസദ്യയൊക്കെ കഴിച്ചോ? ഞങ്ങളിപ്പം എല്ലാ വർഷവും ഓണം ആഘോഷിക്കാറില്ലായിരുന്നു. എൻ്റെ സഹോദരനും അച്ഛനും അമ്മയൊക്കെ മരിച്ചതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം ആഘോഷിക്കാറില്ല. ഇപ്പോൾ 2-3 വർഷമായിട്ടാണ് ഇങ്ങനെ സദ്യയായിട്ടൊക്കെ നമുക്ക് കൊണ്ടായി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ വെച്ച് നന്നായിട്ടൊക്കെ കഴിക്കുക, സന്തോഷിക്കുക. അപ്പോൾ ഹാപ്പി ഓണം. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.